ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ മോൻ്റെ സ്കൂളിലെ NSSൻ്റെ ക്യാമ്പിൻ്റെ ഫുഡ് ഫെസ്റ്റിവലാണ്. അപ്പോൾ അവൻ പറഞ്ഞു എന്തെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ കട്ട്ലേറ്റാണ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് അതിൻ്റെ വീഡിയോയും കൂടി ആ കൂട്ടത്തിൽ എടുക്കാമെന്ന്. ഏകദേശം ഒരു 30 എണ്ണം വരുന്ന രീതിയിലാണ് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം കുറച്ച് സവോള ചെറുതായി അരിഞ്ഞെടുത്തു. അത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഒതുക്കിയെടുത്തതും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ചെറിയ കളറ് മാറുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഉള്ളി വറുത്തെടുക്കാൻ. അപ്പോൾ അത് നന്നായി വഴറ്റെടുത്ത ശേഷം നമുക്കതിലേക്ക് വേണ്ട ബാക്കി ചേരുവകൾ ചേർക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിന് വേണ്ടി ചിക്കൻ എടുത്തു. ഒരു 250 ഗ്രാം ചിക്കനാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ ഗരം മസാലയ്ക്ക് ശേഷം ലേശം ഉപ്പും കൂടി ഇട്ടതൊന്ന് നന്നായി തിരുമ്മി ആ ചിക്കനിൽ മൊത്തം പിടിപ്പിക്കണം. അതിന് എല്ല് ഒഴിവാക്കിയിട്ടുള്ള പീസ് വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഈ ആക്കി വെച്ച ചിക്കനെല്ലാം കൂടി ഒരു കുക്കറിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ലേശം വെള്ളം ഒഴിച്ചിട്ടാണ് കുക്കറിൽ ചിക്കൻ വേവിക്കുന്നത്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട, കാരണം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതും വേവിച്ചെടുത്തു. അതിനുശേഷം പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് എടുത്തു. അതിൻ്റെ തൊലി നന്നായി പൊളിച്ച് നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഓരോരോ ഉരുളക്കിഴങ്ങ് എടുത്ത് ഞാൻ പൊളിക്കാൻ തുടങ്ങി. പൊളിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് തേച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് അതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ എടുത്തത് ചപ്പാത്തി പരത്തുന്ന കമ്പാണ്. അതുകൊണ്ടാകുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഉരുളക്കിഴങ്ങ് പൊടിച്ചതിന് ശേഷം നമുക്ക് ഉള്ളിയിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി അല്പം മുളക് പൊടി, ഒരല്പം മല്ലിപ്പൊടി, ഒരല്പം മസാലപ്പൊടി, അതുപോലെ തന്നെ ഒരല്പം കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. പിന്നെ അതിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടിയുടെ കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇടിച്ചു വെച്ച ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ മസാലയായിട്ട് ഇതൊന്ന് നന്നായി യോജിപ്പിക്കണം. നല്ലോണം മസാല ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കണം. അതുപോലെ എനിക്കിപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് പാത്രത്തിൽ നിറച്ചുണ്ട്. നിങ്ങൾ കുറച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഇത് മിക്സ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അതുപോലെ നല്ലോണം മസാല എല്ലാ ഭാഗങ്ങളിലും ഉരുളക്കിഴങ്ങിൽ പിടിക്കണം. അതുവരെ നന്നായിട്ടൊന്ന് ചൂടോടുകൂടി തന്നെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. ആ ഒതുക്കിയെടുത്ത ജാറിൽ പിന്നെ ചിക്കൻ്റെ ഇതേപോലെ തന്നെ ഇരിക്കണം. നന്നായി പൊടിഞ്ഞു പോകരുത്, ഒന്ന് ഒതുക്കിയെടുക്കണം. അതും കൂടി നമ്മൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ ഇതിനകത്തേക്ക് മസാലയുടെ കൂട്ടത്തിലേക്ക് ഇട്ടു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി ചൂടാക്കി മിക്സാക്കി എടുക്കണം. ആ ചിക്കനും ഉരുളക്കിഴങ്ങും അതുപോലെ മസാലയെല്ലാം കൂടി നന്നായിട്ട് യോജിക്കണം. അങ്ങനെ നന്നായി യോജിച്ചതിന് ശേഷം വേണം നമുക്കിനി അടുത്ത ചേരുവ ചേർക്കാൻ. അപ്പം ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട സാധനം ബ്രെഡാണ്. ആ ബ്രെഡിൻ്റെ സൈഡ് പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ നിന്നും അതിൻ്റെ വൈറ്റ് ഭാഗം മാത്രം എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ആ വൈറ്റ് ഭാഗം മാത്രം എടുക്കാവുള്ളൂ, ബ്രൗൺ കളർ എടുക്കരുത്, അത് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതും കൂടി എടുത്ത് മിക്സിയിൽ കറക്കിയെടുക്കുക. ഒരു 6-7 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതും കൂടി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നേരത്തെ നമ്മളാക്കി വെച്ച ആ മിക്സിയിലേക്ക് അതും കൂടി യോജിപ്പിച്ച് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട ഒരു കാര്യം, ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇത് ചെറിയ ഉരുളകളാക്കി പരത്തിയെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇടുന്നുണ്ട്. ഒരു മല്ലിച്ചപ്പിൻ്റെ ചെറിയൊരു ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടി കുറച്ച് മല്ലിച്ചപ്പ് ഞാൻ അരിഞ്ഞതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും കൂടി കൂട്ടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് എല്ലായിടത്തും നമ്മൾ ആ ബ്രെഡിൻ്റെ പൊടിയെല്ലാം കൂടെ ചേർത്തതെല്ലാം കൂടി നന്നായി എല്ലാ ഭാഗത്തും ആയതിനു ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഉള്ളം കയ്യിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. അങ്ങനെ ഒരു കുറച്ചെണ്ണം അങ്ങനെ ആക്കി വെക്കുക. അതിന് ശേഷം നമുക്കതിൽ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ ആ മുട്ട കൂടി പൊട്ടിച്ചിട്ട് അത് ഒന്ന് കലക്കിയതിന് ശേഷം അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്യാൻ. അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ബ്രെഡിൻ്റെ പൊടി അതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് അതും കൂടി പൊടിച്ചെടുക്കണം.
അതിനുശേഷം നമുക്ക് ഈ പരത്തി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റിൻ്റെ ഓരോ പീസ് എടുത്ത് നമ്മൾ ഈ മുട്ടയിലേക്ക് മുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ബ്രെഡിൻ്റെ പൊടിയിലും 2 സൈഡും ഒന്ന് കവർ ചെയ്യുക. അതേപോലെ ഓരോ പീസും അങ്ങനെ തന്നെ മുട്ടയുടെ വെള്ളത്തിൽ മുക്കി അതിനുശേഷം നമ്മുടെ ബ്രെഡിൻ്റെ പൊടിയിലും മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ കുറച്ചധികം ആക്കുന്നതുകൊണ്ട് കുറച്ചെണ്ണം നേരത്തെ ഇതേപോലെ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അന്നേരം പൊരിച്ചെടുക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഏകദേശം ആക്കി വെച്ചതെല്ലാം തന്നെ അതേപോലെ ബ്രെഡിൻ്റെ അതുപോലെ മുട്ടയിലും മുക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം. അതിനുശേഷം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇത് മുങ്ങി, അതായത് കട്ട്ലേറ്റിൻ്റെ ഒരു പകുതി ഭാഗം വരുന്ന അത്ര എണ്ണയെ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കതിലേക്ക് ഓരോരോ പീസായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. അധികം കരിഞ്ഞു പോകരുത്, തീ ഒരുപാട് കൂടിപ്പോവാനും പാടില്ല. ജസ്റ്റ് ഒന്ന് വെക്കുക, അതിന് ശേഷം മറിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ 2 സൈഡും ഒരുപോലെ മൊരിച്ചെടുക്കുക. ഇതേപോലെ ആദ്യം ഒന്ന് ഇട്ട ഭാഗം ഒന്ന് ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും തിരിച്ചിടുക. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും അതേപോലെ തന്നെ ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമുക്ക് എടുക്കാം. അപ്പോൾ ഏകദേശം എൻ്റെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.